സമാധാനം കൊടുക്കുകയാണ്. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നലത്തെ ബാക്കി വീഡിയോ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ നിങ്ങളെ വിശേഷം? ഇന്നും നാളെയുമായി നടക്കുന്ന വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടേറെ പ്രോഗ്രാമുകളാണ് ഈ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ട് നടക്കാനിരിക്കുന്നത്. ഒരൽപ്പം വൈകിയാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ദീർഘമായി ഒന്നും സംസാരിക്കാൻ മുതിരുന്നില്ല. ഇവിടെ ഈ എന്തുകൊണ്ടും ഏറെ പ്രശംസനീയമാണ്. പക്ഷെ അതിന്റെ നാമധേയം എന്നുള്ളത് പ്രിയപ്പെട്ട ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിരുന്ന എൻ്റെ അമ്മാവന്റെ മകൻ കൂടിയാണ് ഹംദാൻ. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മിൽ നിന്നും വിട പറഞ്ഞു. ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അല്ലെ പ്രിയപ്പെട്ട നേതാവ് ഉസ്ബാക്ക, വേദിയിൽ ഒട്ടനവധി ജനപ്രതിനിധികളുണ്ട്, പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുണ്ട്, വേദിയിലും സദസ്സിലുമൊക്കെ ഏറെ ബഹുമാന്യരെ, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സത്യത്തിൽ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരുപാട് കാലങ്ങളായിക്കൊണ്ട് ഇത്തരത്തിലുള്ള വേദികളും മൈക്കിൻ്റെ മുന്നിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാകില്ല സംസാരിക്കണം. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മളിലൊക്കെ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗവാക്കായിട്ടുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട സാറുമാരുടെ മുന്നിൽ നിൽക്കുന്നത് വളരെയേറെ അഭിമാനത്തിന് തുടക്കം കുറിക്കാൻ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇനി ഇരിക്കുന്ന ആർക്കും കിട്ടില്ല. ആ ഒരു ഭാഗ്യമായി എന്നുള്ള നിലക്ക് സഹർഷമായി ആഗ്രഹിക്കുന്നു. ഈ ഒരു ചടങ്ങിന് പ്രിയപ്പെട്ട എൻ്റെ സീനിയറായിട്ടുള്ള സഹപ്രവർത്തകനും സ്വതമാശംസിച്ച അമീനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറൊക്കെ വിളിക്കുമ്പോൾ ഞാനിതിൻ്റെ സംഘാടകൻ എന്നുള്ള നിലയ്ക്ക് ആലോചിച്ചുകൊള്ളാതെ പക്ഷെ ഇന്നലെ പ്രോഗ്രാം നോട്ടീസ് ഞാൻ അയച്ചിരുമ്പോഴാണ് അങ്ങനൊരു എന്താ പറയുക, സ്കൂളിലേക്ക് കടന്നു വരുന്ന ഒരു പിന്നെ ആദ്യമായിട്ട് കടന്നു വരുന്ന കുട്ടിയുടെ ഒരു മടിയും ഒരു നാണവും. എന്തായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു സംഘാടകനായി നിൽക്കുന്നത് ആഗ്രഹിച്ചതും എൻ്റെ ഗുരുനാഥന്മാരോട് ഇരിക്കുന്നുണ്ട്. അവിടെയൊക്കെ മുന്നിൽ ഞാനൊരു ഉദ്ഘാടകനായിട്ട് ഉദ്ഘാടനം ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ബ്ലോക്ക് പഞ്ചായത്തിലെ സെമിനാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ നേതൃത്വം കൊടുക്കേണ്ടത് പ്രസിഡൻ്റാണ്. ആ പരിപാടി 10 മണിക്ക് ആരംഭിച്ചിട്ടുണ്ട്. MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഉദ്യോഗസ്ഥരായാലും പിന്നെ ജനപ്രതിനിധികളെ വിളിച്ചുകൊണ്ടേ നിൽക്കുക. വേദിയിൽ നിന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്ന മലപ്പുറം ഡയറ്റിൻ്റെ പ്രിൻസിപ്പൽ പ്രിയങ്കരനായ ബാബു വർഗീസ്, ഈ വർഷം ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്ന നമ്മുടെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിയങ്കരനായ ഈ സ്കൂളിൻ്റെ HM മുഹമ്മദ് ബഷീർ സാറ് മാനസികമായ സപ്പോർട്ട് അതിന് വേണം. ആ സംരംഭം പൂർണ്ണമായി വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. പ്രസിഡന്റ് മറ്റുള്ളവർക്ക് തിരക്കുണ്ടെന്ന് അറിയാം. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് P. ഉസ്മാൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്. ശ്രദ്ധിക്കുക സർ, പ്ലീസ് ശ്രദ്ധിക്കുക. നമ്മുടെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഇബ്രാഹിം മാസ്റ്റർ, HM ബഷീർ മാസ്റ്റർ അടക്കമുള്ള വേദിയിലെ ആളുകളെ ഒന്നും ഇനി പരിചയപ്പെടുത്തേണ്ട. ഒന്ന്, ഇത് കേൾക്കുന്നത് അധ്യാപകരാണ്, മറ്റൊന്ന് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾക്ക് അധ്യാപകർക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ പിന്നെ റിട്ടയർഡായ കുറച്ച് അധ്യാപകരെയും
അവർ രണ്ടുപേരും കൈകാര്യം ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. അസ്കർ ആമയൂറാണ് ഇവിടെ അധ്യക്ഷ പ്രസംഗം ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം നിങ്ങളെ ബഹുമാനിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്. കാരണം ഇത്രയും എൻ്റെ ഗുരുനാഥന്മാരുടെ മുമ്പിൽ വന്നിട്ട് ഒരു ചാൻസ് കിട്ടി ഉദ്ഘാടനം ചെയ്യാന്ന് അദ്ദേഹം കരുതിയില്ല. ബഹുമാനാണ്. നിങ്ങളും എല്ലാ വർത്തമാനത്തിലാണ് നിങ്ങൾ കണ്ട എല്ലാ ടീച്ചറെ എവിടെയും നിങ്ങൾ, ആമിന ടീച്ചറെ എവിടെയും നിങ്ങൾ, പ്രൊക്കിയ ഞാൻ കണ്ട് ഇപ്പോഴാണല്ലടി മൊമലാക്ക നിങ്ങളെ കണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു ആരംഭത്തിലാണ്. അപ്പൊ ഞാൻ ബഷീർ മാഷിനോട് ചോദിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ പരിപാടി, ഇത് കഴിഞ്ഞിട്ട് ഇവരെ സംഗമമാണ്. അധ്യാപക സംഗമം ഫസ്റ്റ് കേൾക്കാൻ, പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. മാസ്റ്റർ ഉയരം പോലെ തന്നെ അദ്ദേഹം ഒരുപാട് വലിയ മനുഷ്യനാണ്. ചിലവർക്ക് ഉയരം കൂടി നമുക്ക് ബുദ്ധിമുട്ടേക്കാണ്, ഇയാളെ ഉയരം കൂടി നമുക്ക് ഗുണമാണ്. കാരണം വെച്ചാൽ നമ്മളെ കാവനൂർ ഗ്രാമപഞ്ചായത്തിൽ 13 സ്കൂളുണ്ട്. 4 സ്കൂളില് ഗവൺമെന്റ് സ്കൂളുകളാണ്, ഞങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്ന സ്കൂളുകളാണ്. അവിടെ ഒന്നിനൊന്ന് മെച്ചാണ്. നിങ്ങൾ പോയി നോക്കുക പരിയാരക്കൽ, നിങ്ങൾ പോയി നോക്കുക താരാപറമ്പ്, നിങ്ങൾ പോയി നോക്കുക ചെങ്ങര LP സ്കൂള്. നിങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന കാലത്തെ ആ സ്കൂളാണ് ഇപ്പൊ സ്കൂള് നിങ്ങൾ പോയി നോക്കി. ഭരണസമിതി ഒന്നും പറയല്ല. ഭരണസമിതി എന്ന് പറഞ്ഞാൽ 19 ആളും ഭരണസമിതിയാണ്. താൽക്കാലികമായിട്ട് ഒരു പ്രസിഡന്റ് ഞാനായി. നാളെ നേരം എടുത്ത ചിലപ്പോണെങ്കിൽ അത് പിന്നെ ചന്ദ്രേട്ടനാവും, ഒരുക്ക ചന്ദ്രേട്ടനാവും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വീണ്ടും ഞാൻ തന്നെയായി. അപ്പൊ അത് ആർക്കും ആവാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം, അതൊരു വിഷയമല്ല, കേസല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തില് എന്ന് വേണമെങ്കിൽ പറയാം, വേറെ ഒരു സ്കൂൾ നടത്താത്ത, ഒരു പഞ്ചായത്ത് നടത്താത്ത, ഒരു മേഖല നടത്താത്ത അക്ഷരമിഠായി എന്ന് പറഞ്ഞ ഒരു പദ്ധതി കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. അപ്പൊ കുറെ ആൾക്ക് അക്ഷരമിഠായിനെ പറ്റി ഒരു പിടുത്തില്ല, അതുകൊണ്ട് കൈയടിക്കാത്ത. അക്ഷരമിഠായിനെ പറ്റി പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധിനെ പറ്റി വേറെ മഹാത്മാഗാന്ധി ആണെന്ന് അറിയണ്ടേ. അപ്പൊ മുമ്പ് ആരോട് പറഞ്ഞു അത് ഭയങ്കര പാവായിരുന്നു, കുപ്പായം കൂടി ഇടാത്ത മനുഷ്യനെ എന്ന് പറഞ്ഞാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന് അത്രേ പറയുള്ളൂ. അപ്പൊ കാവനൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ രംഗത്ത്, ഞങ്ങളൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് കുറച്ച് അല്പം പിറകിലായിരുന്നു. ഇപ്പൊ നിങ്ങളൊക്കെ വന്നതിന് ശേഷം, നമ്മുടെ അധ്യാപകർ, ഈ നാട്ടുകാർ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളുടെ ഭാഗം തന്നെയാണ് അക്ഷരമിഠായി എന്ന പദ്ധതി നടപ്പിലാക്കിയത്. പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നോക്കം കൊണ്ടുവന്ന് അതില് എല്ലാരെയും പരിഗണിച്ച് എഴുത്തും വായനയും അറിയാത്തൊരു കുട്ടി ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ 526 കുട്ടികൾക്ക് എഴുത്തും വായന പഠിപ്പിച്ചു. ഒരു വലിയൊരു പിന്നെ ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഇന്റർനാഷണൽ സ്കൂളാന്ന് തോന്നുന്നു. അപ്പൊ അവരുടെയൊക്കെ കഠിനാധ്വാനം കൊണ്ട് അക്ഷരമിഠായി വിജയിച്ചു. ഈ വർഷം ബിനാമി കുട്ടികൾ എന്നാണ് പദ്ധതിയുണ്ട്. ഞാനത് പറയാൻ കാരണം, നിങ്ങളൊക്കെ ഇവിടെ പഠിപ്പിച്ച അധ്യാപകരാണ്. ഏറെക്കുറെ റിട്ടയർഡായ കുറെ അധ്യാപകരുണ്ട്. എന്റെ അമ്മോനൊക്കെ ഉമ്മർ മാസ്റ്ററൊക്കെ. അപ്പൊ അവര് മനസ്സിലാക്കേണ്ട ഈ വർഷത്തെ പരിപാടി എന്ന് പറഞ്ഞാല് മിന്നാമിന് കുട്ടികളാണ്. അധ്യാപകരെ മുമ്പിൽ നമ്മൾ എന്ത് പറഞ്ഞാലും രക്ഷയില്ല. കാരണം എല്ലാവരും പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാ വരിക. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം തമാശ പറയുന്നുണ്ട്, അവരുടെ സംശയം തീരില്ല. അവരെ ഓരോ ഇങ്ങനെ വന്നിട്ട് നിർത്തിക്കളഞ്ഞു. വളരെ രസകരമായ എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ കൂടെ നടക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം ഓർപ്പിക്കുകയാണ് ചെയ്തത്. ഒത്തിരി സന്തോഷം. നല്ല ഒരു പ്രസംഗമായിരുന്നു. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. ഇങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ നടക്കുന്നത് നമ്മൾ പുറത്തൊന്നും പറയാറില്ല എന്നുള്ളൂ. പക്ഷെ അദ്ദേഹം വളരെ സരസമായിട്ട് അത് അവതരിപ്പിച്ചു. ഒത്തിരി സന്തോഷം. ഏതായാലും നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ കാവനൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ PT ഇബ്രാഹിം മാഷ്, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മളൊരു പരമാധികാര ജനാധിപത്യ മതേതര രാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് ഭാരതം. ഇവിടെ നിങ്ങൾ യാത്ര ചെയ്ത് പോയാൽ, തമിഴ്നാട്ടിൽ പോയാൽ കൾച്ചർ മാറി, വേഷം മാറി, ഭക്ഷണം മാറി. കർണാടകയിൽ പോയാൽ പിന്നെയും മാറി, ഗുജറാത്തിൽ പോയാൽ മാറി, കാലാവസ്ഥ മാറി. പഞ്ചാബിൽ പോയാൽ, ഹരിയാനയിൽ പോയാൽ, കാശ്മീരിൽ പോയാൽ, തിരിച്ചിങ്ങോട്ട് മണിപ്പൂര്, നാഗാലാൻഡ്, ആന്ധ്ര, ഇങ്ങനെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നോക്കുക, വ്യത്യസ്ത മതം, വ്യത്യസ്ത ചിന്തകൾ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത വേഷങ്ങൾ, വ്യത്യസ്ത ആരാധന രീതികൾ, വ്യത്യസ്ത കാലാവസ്ഥ. ഇങ്ങനെയുള്ള രാജ്യം എവിടെയാണുള്ളത് ലോകത്ത്? എവിടെയില്ല. യൂറോപ്പിൽ പോയ ഒരേ കാലാവസ്ഥയാണ്, അമേരിക്കയിൽ പോയ ഒരേ കാലാവസ്ഥയാണ്, ഒരേ ഭാഷയാണ്. പക്ഷെ ഈ നാടിന്റെ ഭാഗമായ വിദ്യാലയമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സമയമൊക്കെ വേറെ പല പരിപാടികളുണ്ടെങ്കിൽ കൂടി ഇവിടെ ആയിരിക്കും. അത് നമ്മുടെ നാടിന് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണ്, വിദ്യാലയത്തിന് വേണ്ടിയാണ്. ഇതിലൊരു ആശംസ അർപ്പിക്കാൻ സാധിച്ചതിലും അതിയായ സന്തോഷം ഈ ഒരു സ്കൂളിന്റെ സ്ഥാപനത്തിന്റെ പേരിൽ. അതുപോലെ തന്നെ ഇവിടെ
നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുടെ മുമ്പിൽ ആ ഒരു സന്തോഷം പങ്കുവെക്കുകയാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സ്കൂള് ഈ ചെങ്ങര പ്രദേശത്ത് വരുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അപ്പേട്ടൻ്റെയൊക്കെ അച്ഛനടക്കമുള്ള അവരുടെ കുടുംബം നൽകിയ ഈ ഒരു സ്ഥലത്ത് വലിയ ഏറ്റവും നല്ല രീതിയിൽ വലിയൊരു സംവിധാനമായി ഇന്ന് ഇവിടെ വളർന്നു വന്നിരിച്ചു. ഇതിൻ്റെ ഒരു ചരിത്രങ്ങളൊക്കെ നേരത്തെ ഇതിൻ്റെ മീറ്റിംഗൊക്കെ നടക്കുമ്പോൾ യോഗത്തിലൊക്കെ പല വിഷയങ്ങളും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി പരിപാടികൾ കാണാനും കേൾക്കാനും പ്രോത്സാഹനം കൊടുക്കാനും നിങ്ങൾ എല്ലാവരും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും